സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ ലോകത്തിന് പിന്നാലെ ഓടിപ്പോകുന്ന ആയിരക്കണക്കിന് യുവജനങ്ങളുടെ മധ്യത്തിൽ വിശ്വസിക്കാൻ അങ്ങനെ പ്രത്യേക വിശ്വാസധാരകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഈ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സ്വയം സമർപ്പിതരായ ഇവരെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു, ഈ ദേശവും സഭയും സമൂഹവും സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് പട്ടത്വം. ആ പ്രതീക്ഷ ഇവരിലൂടെയും നമ്മളിലൂടെയും സാധ്യമാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ഈ ധ്യാനം ഈ 3 ശമാശന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടി മാത്രമായൊരു ധ്യാനം ഇന്നലെ നടന്നല്ലോ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും ചില നിമിഷങ്ങൾ ധ്യാനിക്കാം. കടൽ തീരത്തൊരു ഓർഡിനേഷൻ നടക്കുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിനെ 15ഉം 19ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ പറഞ്ഞു. 19ാമത്തെ വാക്യം, അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവർ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. കൂടെ നിന്നിട്ടും കണ്ട ഭാവം നടിക്കാതെ കണ്ട വഴിയെ പോയവൻ്റെ കാൽപാദങ്ങൾ തേടി വരികയാണ് ഇവിടെ കർത്താവ്. അവൻ കടൽ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തു നിൽപ്പവനേ, ഞങ്ങളുടെ തിരിച്ചുവരവനായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ വിശുദ്ധ കുർബാന ഞങ്ങളുടെ രൂപാന്തരത്തിനും നിയോഗത്തിനുമായി ഭവിക്കണമേ. ഈ ഓർഡിനേഷൻ സർവീസ് ഈ നിന്റെ ശമാശന്മാരുടെയും ഞങ്ങളെയും നല്ല ഇടയരാക്കി തീർക്കുന്ന കുദാശയാക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ശബ്ദം മാത്രം കേൾക്കാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കടൽ തീരത്തെ യേശു അത്ര സുന്ദരമായൊരു തിയോഫനിയുടെ അനുഭവമാണ്. സാധാരണ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റിക്കൊടുത്തവനെയും കൂടെ നിൽക്കാത്തവനെയും കൂട്ടം കൂടി തല്ലുന്ന ഈ കാലത്ത് ഒറ്റുകാരനെ തേടിയെത്തുന്ന ഒരു സ്നേഹിതന്റെ മുഖം യോഹന്നാൻ കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി വരച്ചു കാട്ടിയിരിക്കുകയാണ്. ആഴമായ തിയോളജിയും ക്രിസ്റ്റോളജിയും എക്ലീസിയോളജിയും എല്ലാം വളരെ സമ്യക്കായി സംയോജിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വേദഭാഗമാണിത്. ക്രിസ്റ്റോളജി ഓഫ് റെസ്റ്റോറേഷൻ, കാണാതെ പോയതിനെ തേടി എത്തിക്കുന്ന, തിരികെ എത്തിക്കുന്ന ക്രിസ്തു. അങ്ങനെയുള്ളവരെ തിരികെ കൊണ്ടുവരണമെന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ തിരികെ കൊണ്ടുവരുന്നവരാണ് സഭയെന്ന് പഠിപ്പിക്കുന്ന മിഷൻ ഓറിയന്റഡ് ക്രിസ്റ്റോളജി, എക്ലീസിയോളജി. ഈ ഓർഡിനേഷൻ സർവീസിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. വളരെ സുപരിചിതമായ ഈ വേദഭാഗം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ വിശുദ്ധ കുർബാന വർഷത്തിൽ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാകുക എന്ന ആശയത്തെ കോർത്തിണക്കി ഞാൻ ചില നിമിഷങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്നിച്ച് ആ കടൽ തീരത്തേക്ക് പോകാം. കുർബാന മധ്യേ ഒരു ഓർഡിനേഷൻ. ഇവിടെ മദ്ബഹയാണെങ്കിൽ അവിടെ കടൽ തീരമാണ്. എന്തിനാണ് ഈ അപ്പം മുറിക്കൽ? ഈ നിയോഗ ശുശ്രൂഷ അപ്പമായി തീരാനുള്ള വിളിയാണ്. ഒന്ന്, ഓർഡിനേഷൻ ഈസ് എ കോൾ ടു ബി ദ യൂക്കറിസ്റ്റ്. ഒറ്റയ്ക്ക് പ്രാതൽ ഒരുക്കുകയാണ് കർത്താവ്. അവനവിടെ അടുക്കള ഒരുക്കി. വെള്ളിയാഴ്ച ഒരല്പം ചൂടിന് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ഒരു നെരിപ്പോട് അവിടെ ഉണ്ട്. നെരിപ്പോട് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ചാർക്കോൾ ഫയർ. ഈ പദം പുതിയ നിയമത്തിൽ 2 സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന്, പത്രോസ് തള്ളിപ്പറഞ്ഞ നടുമുറ്റം. 2, ഈ കടൽ തീരമാണ്. കടൽ തീരത്ത് ഇന്ന് യേശു അതിൻ്റെ കനൽ ഊതി കത്തിക്കുകയാണ്. പത്രോസ് എന്ന പാകമാകാത്ത അപ്പം ആ കനലിൻ്റെ മുകളിലുണ്ട്. കനൽ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടുന്ന പത്രോസ്. ക്രിസ്തു പറയുന്നു,
നീ അല്പം കൂടി വേകാനുണ്ടെന്ന്, പാകമാകാനുണ്ടെന്ന്, നിന്റെ ഉള്ളിന് അല്പം കൂടി ഉറപ്പുവയ്ക്കാനുണ്ടെന്ന്. ശരിക്കും അതല്ലേ നിയോഗ ശുശ്രൂഷ? ഉള്ളിനെ ഉറപ്പാക്കാൻ ആത്മാവിൻ്റെ ശക്തി പകരുന്ന ശുശ്രൂഷ. ഉള്ളിനെ ഉറപ്പാക്കാൻ ആത്മാവിൻ്റെ ശക്തി പകരുന്ന ശുശ്രൂഷ. സിസ്റ്റർ പ്രീതി മേരിയെ പോലെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെ പോലെയും കനൽ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലെ ബോധ്യങ്ങൾ നിറവേറ്റാനുള്ള അപാരമായ ചങ്കുറപ്പ് വേണം. ഓരോ അപ്പവും ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പച്ചമാവും പുളിമാവുമായിരിക്കുന്ന നമ്മളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന്. അപ്പത്തിൻ്റെ അർത്ഥം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരിക്കൽ ഒരുവൻ ക്രിസ്തുവിനോട് പറഞ്ഞു, ഈ വെള്ളാരം കല്ലുകളെ അപ്പമാക്കി സ്വന്തം വിശപ്പ് അകറ്റുക എന്ന്. ഉത്തരം വളരെ പെട്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, തൻ്റെ സിദ്ധികളെല്ലാം തൻ്റെ മാത്രം ഭൗതികതയ്ക്കായി ഉപയോഗിച്ച് തീർക്കാനല്ല താൻ വന്നതെന്ന്. ഉത്തരം അവിടെ അവസാനിച്ചു എന്ന് തോന്നുമെങ്കിലും കുരിശിൽ ഉത്തരം പൂർണ്ണമാവുകയാണ്. എൻ്റെ ശരീരത്തെ അപ്പമാക്കി മറ്റുള്ളവരുടെ വിശപ്പടക്കാനാണ് ഞാൻ വന്നതെന്ന്. എൻ്റെ ശരീരത്തെ അപ്പമാക്കി മറ്റുള്ളവരുടെ വിശപ്പടക്കുക. പത്രോസിന്റെ നിയോഗത്തിലും ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, ഫീഡ് മൈ ഷീപ്പ്. ആടുകളെ മേയ്ക്കുക. ഈ വിളി കേവലം ഒരു ലീഡർ ആയിരിക്കാനുള്ള ഒരു വിളിയല്ല, ബട്ട് ടു ബിക്കം എ സോഴ്സ് ഓഫ് നറിഷ്മെന്റ് ഫോർ ദ കമ്മ്യൂണിറ്റി. യൂക്കറിസ്റ്റിന്റെ അടിസ്ഥാനം, യൂക്കറിസ്റ്റിന്റെ അനുഷ്ഠാനം എന്നെ യൂക്കറിസ്റ്റാക്കി മാറ്റാനാണെന്ന്. കുർബാനയായിത്തീരുക, അപ്പമായിത്തീരുക എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് ക്രിസ്തുവിന് മാത്രം സാധിക്കുന്ന ഒന്നാണോ? നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് അപ്പമായി തീരാൻ സാധിക്കുന്നത് കാണാം. ഈ അപ്പമായി തീരൽ ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയും. മരുഭൂമിയിൽ കിടന്ന കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന തോമസും പൈലിയും രാജേന്ദ്രനും നജീബും ഒക്കെ തൻ്റെ ശരീരത്തെ കുടുംബത്തിൻ്റെ അപ്പമാക്കി മാറ്റുകയാണ്. ഭർത്താവിനെയും മക്കളെയും പോറ്റാൻ ജയിൽവാസവും ചിലപ്പോൾ തൂക്കുകയറും അവൾ അപ്പമായി മാറുകയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ വില മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. മോടുകൂടിയ വസ്ത്രങ്ങളും ലക്ഷങ്ങളുടെ ബൈക്കിലും കോടികളുടെ ആഭരണത്തിലുമൊക്കെ അവയൊക്കെ ശൂന്യമായി പോയില്ലേ? എല്ലായ്പ്പോഴും റിസീവേഴ്സ് എൻഡിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ ഓരോരുത്തരോടും കർത്താവ് പറയുന്നു, ഞാൻ ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും വന്നിരിക്കുന്നു. അവനെപ്പോലെ നാമും ജീവന്റെ അപ്പമായി തീരണം. അല്പസമയം കഴിയുമ്പോൾ ഈ 3 ശമാശന്മാർ വൈദികരായി അവരുടെ കൈകളിലേക്ക് പീലാസ് നൽകപ്പെടും. കുർബാന അണയ്ക്കുന്ന നിന്റെ നിയോഗം വിശുദ്ധ അപ്പമായി തീരാനാണ്. അതുതന്നെയാണ് സ്വീകരിക്കുന്ന നമ്മുടെ നിയോഗം. അവരനു വേണ്ടി കുരിശിൽ മുറിയപ്പെട്ട അപ്പം നിന്റെ രക്തധമനികളിൽ ക്രിയ ചെയ്യുന്നുണ്ട്. യൂക്കറിസ്റ്റ് കമ്മ്യൂണിറ്റി ആയി തീരാനുള്ള വലിയ നിയോഗമാണ് ഓരോ വിശുദ്ധ കുർബാനയും. മുറിഞ്ഞവന്റെ വേദന അറിയാനും മുറിപ്പാടുകൾ ലേപനമായി തീരാനും നിന്റെ കൈകളിൽ വിശുദ്ധ തൈലം നൽകും. ഖുദാശയായി മാറാം നമുക്ക്. രണ്ടാമത്, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യമാണ്. പട്ടംകട ശുശ്രൂഷ സ്നേഹത്തിൻ്റെ പ്രവാചകനാകാനുള്ള വിളിയാണ്, വെല്ലുവിളിയാണ്. ഓർഡിനേഷൻ ഇസ് എ കോൾ ടു ബി ദ പ്രോഫറ്റ് ഓഫ് ലവ്. ക്രിസ്തു ചോദിക്കുന്നു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. മറ്റൊരു ട്രാൻസ്ലേഷൻ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ കാതൽ? ക്രിസ്തുവിൻ്റെ കൃത്യമായൊരു പാസ്റ്ററൽ എൻകൗണ്ടറാണിത്. എല്ലാം വിട്ട് എന്നെ അനുഗമിക്കുന്നെന്ന് പറഞ്ഞവൻ അങ്ങനെ എല്ലാം ഒന്നും വിട്ടിട്ടില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ശരിക്കും നാം എന്താണ് വിട്ടുകളഞ്ഞത്? സാത്താൻ എന്നെ ഉപേക്ഷിക്കുന്നു, മശിഹയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പൂർണ്ണമായി സ്വീകരിക്കുന്നു. മാമോദീസായിലും ആദ്യ കുർബാനയിലും പിന്നെ എല്ലാ വർഷവും ഡിസംബർ 31 വാച്ച് നൈറ്റ് സർവീസിൽ ഐ സറണ്ടർ ഓൾ. ഈ വാക്കുകൾ ആഴത്തിൽ അപഗ്രഥിക്കണം. നാളിതുവരെ എന്ത് നാം വിട്ടുകളഞ്ഞു എന്ന് ചിന്തിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവരിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ക്രിസ്തുവിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുന്നവനാണ്, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നവൻ. അവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്
എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നിന്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നാണ് ഈ ചോദ്യം. പ്രിയരെ, ചില ഇഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതെന്ന്. ചില ഇഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതെന്ന്. നീ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് നീ എന്തിനെയാണ് സ്നേഹിക്കുന്നത് എന്നതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം അവൻ്റെ സ്നേഹത്തെ തന്നെ റീഡിഫൈൻ ചെയ്യാൻ അവനോട് പറയുന്നത്. ഒരു സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ആദ്യ പദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അഗാപ്പെ തന്നെയാണ് ക്രിസ്തു ഉപയോഗിക്കുക. ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും എല്ലാം പുറത്ത് സ്നേഹിക്കുന്ന ഡിവൈൻ ലവ്, ക്രൂശിൽ മാനിഫെസ്റ്റ് ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹം. നമുക്കറിയാം, ചവിട്ടിയവൻ്റെ കാല് വേദനിച്ചോ എന്ന് ചോദിക്കുന്ന ഗാന്ധിജി അപ്രകാരം പ്രേരിപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം പട്ടക്കാരനും ജനത്തിനും ഇന്നത് സാധ്യമാകണം. പത്രോസിനെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടത്തിവിടുകയാണ് അവനെ കൊണ്ട് ബാപ്റ്റിസ്മൽ ഓത്ത് ചെയ്യിപ്പിക്കുകയാണ് കർത്താവ്. 1 അല്ല 3 പ്രാവശ്യം. ദാറ്റ് ഈസ് പ്ലഡ്ജിങ് ഹിസ് ലൈഫ് ഫോർ ദ എൻറ്റയർ വേൾഡ്. ലൈഫിനെ നൽകാത്തത് സ്നേഹമല്ലെന്ന് ക്രിസ്തു പത്രോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നിന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ്. അവൻ്റെ ഉത്തരം, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ്. അഗാപ്പ എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഫിലിയോ, പ്രിയം എന്നാണ്. സ്നേഹിതൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അഗാപ്പയുടെ അത്രയും ആഴമില്ലെങ്കിലും ഉള്ളതാകട്ടെ എന്ന് ക്രിസ്തു വിചാരിച്ചു. ക്രിസ്തു പത്രോസിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് തിരികെ ചോദിക്കുകയാണ്, ഒരു നല്ല കൂട്ടുകാരനെങ്കിലും ആകാമോ നിനക്ക്? ദിസ് ഇസ് എ റിമൈൻഡർ ദാറ്റ് വൺ ഹു ലവ്സ് ഷുഡ് ഫോളോ എ പാത്ത് ഓഫ് റാഡിക്കൽ സെൽഫ് ഗിവിംഗ്. അതുകൊണ്ടാണ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസ് മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ബോബി ജോസ് കട്ടിക്കാടച്ചിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സ്നേഹം പ്ലസ് സഹനം ഈക്വൽ ടു ക്രിസ്തു. വായിച്ച നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. സ്നേഹത്തിന്റെ ആഴം പരിശോധിച്ചാൽ അറിയാം നമുക്ക് ക്രിസ്തുവിലേക്ക് എത്ര ദൂരമുണ്ടെന്ന്. സ്നേഹത്തിന്റെ ആഴം പരിശോധിച്ചാലേ അറിയൂ നമുക്ക് ക്രിസ്തുവിലേക്ക് എത്ര ദൂരമുണ്ടെന്ന്. ഇന്ന് ജൂലൈ 30, ഓർമ്മ വരുന്നുണ്ടല്ലോ, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കൃത്യമായി നിർവചിക്കേണ്ടുന്ന ദിനം. എന്താണ് സൗഹൃദം? സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിന്റെ പെരുപ്പം കൊണ്ട് ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് ഇക്കാലത്തെ സൂയിസൈഡുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊച്ചുകുട്ടികൾ പോലും സൂയിസൈഡ് ടെൻഡൻസി വളരെയധികം വർദ്ധിച്ചു വരുന്നു. അനേകരുടെ ജീവൻ നിലനിർത്താനുള്ള സ്നേഹമാണ് ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. പിന്നെ ഇവയിൽ അധികമായി, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പ്രയോറിറ്റിയെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ജീവന്റെ, ജീവിതത്തിന്റെ, പ്രവർത്തനത്തിന്റെ, നമ്മുടെ ഇടവകയുടെ സെന്റർ എവിടെയാണ്? സെന്റർ മീറ്റിംഗ് അല്ല, സെന്റർ എവിടെയാണ്? പെരിഫറിയിൽ ഇരിക്കേണ്ടത് പലതും സെന്ററിലെത്തുന്നു. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒരു കൂട്ടർക്ക് തോമസ് സ്ലീഹായുടെ ബ്രാഹ്മണ മാമോദിസയാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് സിംഹാസനമാണ്, മറ്റൊരു കൂട്ടർക്ക് നവീകരണ പോർക്കളത്തിലെ കാഹളമാണ്. ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ്? പെനൾട്ടിമേറ്റ് ഒന്നും അൾട്ടിമേറ്റ് അല്ലെന്ന്. ആഘോഷങ്ങൾക്കുള്ളിൽ പ്രണയമില്ലാത്ത വിവാഹ ബന്ധങ്ങൾ നമ്മൾ കാണണം. പ്രിയമല്ലാത്ത പള്ളികൾ, കരുണയില്ലാത്ത സ്ഥാപനങ്ങൾ, മനസ്സടുപ്പമില്ലാത്ത മിഷൻ ഫീൽഡുകൾ, ബന്ധങ്ങളില്ലാത്ത കുടുംബ യോഗങ്ങൾ, ഇഴയടുപ്പമില്ലാത്ത രാഷ്ട്രീയ കൂട്ടായ്മകൾ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കുറിച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ്, അടിമുടി പാർട്ടിക്കാരൻ, നിലപാടുകളിൽ ഇളക്കമില്ലാത്തവൻ. ശരിക്കും നമ്മളെക്കുറിച്ച് പറയേണ്ടത് എന്താണ്? ഉറച്ച ക്രിസ്ത്യാനി, അടുത്ത വാചകം, അടിമുടി ക്രിസ്ത്യാനി, നിലപാടുകളിൽ ഇളക്കമില്ലാത്ത ക്രിസ്ത്യാനി. അത് ക്രിസ്തുവിനെ പ്രണയിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. അത് ക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. മൂന്നാമതായി, ഈ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ കൈചൂണ്ടിയാകാനുള്ള വിളിയാണ്. ഓർഡിനേഷൻ ഇസ് എ കോൾ ടു ബി ദ സൈൻ പോസ്റ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയുന്ന ഒരാളിന് മാത്രമേ നിയോഗമേൽക്കാനുള്ള ഉൾക്കരുത്തുണ്ടാകൂ എന്ന് ക്രിസ്തുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ്
അനുതപിക്കുകയും സാധ്യതകളെ ഉൾക്കണ്ണു തുറന്ന് കാണുകയും ചെയ്ത പത്രോസിന് കർത്താവ് വലിയൊരു നിയോഗം നൽകുകയാണ്. ഇന്നലെ KY ജേക്കപ്പച്ചൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, വിത്ത് സാധ്യതയാണ്. തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ പത്രോസിനെ, സാധ്യതകളെ ഉൾക്കൺ തുറന്ന് കാണുന്ന പത്രോസിനെ നിയോഗമേൽപ്പിക്കുകയാണ്. ഇവിടെ പത്രോസ് കശീശയായി മാറുകയാണ്. 3 പ്രാവശ്യം നിയോഗവചനങ്ങൾ. 1, ഫീഡ് മൈ ലാംബ്. 2, ടെൻറ്റ് മൈ ഷീപ്പ്. 3, ഫീഡ് മൈ ഷീപ്പ്. ആദ്യ മനുഷ്യനായ ആദാമിന് ഒരു നിയോഗം കൊടുത്തു. നമുക്കറിയാം, ടിൽ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. വേല ചെയ്യാനും കാപ്പാനും. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. പാലിക്കുക, മേയ്ക്കുക. പാലിക്കുക എന്നാൽ കാത്തു സൂക്ഷിക്കുക എന്നാണ്. എന്തെല്ലാമാണ് നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ളത്? ജനത്തെയും ജനത്തിൻ്റെ നന്മകളെയും നഷ്ടമായി പോകാൻ അനുവദിക്കാത്ത ഒരു നേതാവ്. ജനത്തെയും ജനത്തിൻ്റെ നന്മകളെയും നഷ്ടമായി പോകാൻ അനുവദിക്കാത്ത ഒരു നേതാവ്. നിതാന്ത ജാഗ്രത ആവശ്യമാണ് ഇവിടെ. ആടുകളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന എല്ലാറ്റിനെയും കൃത്യമായി തിരിച്ചറിയണം, അതിന് തടയിടണം. കാവൽക്കാരനാണെങ്കിൽ കാഹളമൂതണം, ജീവൻ കൊടുത്തും രക്ഷിക്കണം. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മുതൽ സൈബർ കുറ്റവാളികളുടെ ഒളിയമ്പ് വരെ നാം അറിഞ്ഞിരിക്കണം. പീഡനവും മദ്യവും മയക്കുമരുന്ന് ഒഴുകി നടക്കുന്ന ഈ കാലത്ത് ഒരു ഇടവക വിളിക്കപ്പെട്ടിരിക്കുന്നത് ജീവനെ സംരക്ഷിക്കാനാണ്. ഇടയൻ മാത്രമല്ല, ഒരു ഇടവക വിളിക്കപ്പെട്ടിരിക്കുന്നത് ജീവനെ സംരക്ഷിക്കാനാണ്. ഗർഭപാത്രം മുതൽ തെരുവുകൾ വരെ, wherever life is threatened, diminished or neglected, the church must be present to uphold its value. സംരക്ഷണത്തിൻ്റെ അടുത്ത പടി എന്താണ്? ഫീഡിംഗ് ആണ്, മേയ്ക്കുകയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയുടെ പൂർണ്ണത ഈ ഫീഡിങ്ങിൽ, മേയ്ക്കലിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഒരാട് പോലും അതിൻ്റെ വളർച്ചയുടെ പൂർണ്ണത എത്താതെ മുരടിച്ചു പോകരുത്. ഒരാട് പോലും അതിൻ്റെ വളർച്ചയുടെ പൂർണ്ണതയിലെത്താതെ മുരടിച്ചു പോകരുത്. അറിവില്ലായ്മയും അക്കരപ്പച്ചയും ജോലിയുടെ പ്രഷറും ലാഭക്കൊയ്ത്തുമെല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന ഈ കാലത്ത് ചില നട്ടലുകൾ വളഞ്ഞു പോകുന്നത്, കൂനിപ്പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? ചില കൈകൾ വരണ്ടു പോകുന്നില്ലേ? ചിലർ കുഷ്ഠം അവരോധിക്കപ്പെട്ട് പുറത്താക്കപ്പെടുന്നില്ലേ? കരം വെച്ച് സൗഖ്യമാക്കി മുഖ്യധാരയിലെത്തിക്കുന്ന ക്രിസ്തു നിനക്ക് മാതൃകയാണ്, എനിക്കും. ഇനിയുള്ള വാക്യങ്ങൾ അതിശക്തമാണ്. 19ാമത്തെ വാക്യത്തിൽ എന്നെ അനുഗമിക്കാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ടെൻറ്റ് മൈ ഷീപ്പ് എന്നതും ഫോളോ മീ എന്നതും ഇന്റർചേഞ്ചബിൾ ആണെന്ന്. ടെൻറ്റ് മൈ ഷീപ്പ് എന്നതും ഫോളോ മീ എന്നതും ഇന്റർചേഞ്ചബിൾ ആണെന്ന്. എന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്നവൻ ആരായിരുന്നാലും ആടുകളെ മേയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇവിടെയാണ് നിയോഗത്തിലെ ഷെപ്പേർഡ് എന്ന ആശയം വളരെ ശക്തമാകുന്നത്. ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ ലക്ഷ്യം ഒരിടയനും ഒരാട്ടിൻകൂട്ടവും. ഇത് ദൈവരാജ്യത്തിന്റെ സങ്കല്പമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ, ആടുകളുടെ സുഗന്ധം പേറുന്ന ഇടയൻ ആടുജീവിതത്തിൽ എന്ന ജീവനെ പോലെ ഷീപ്പും ഷെപ്പേർഡും ഒന്നായി മാറുന്നു. ദയാഭായിയെ പോലെ ഗോത്രവർഗക്കാരും അവരുടെ നേതാവ് മേഴ്സിയും ഒന്നായി മാറുന്നു. പോരാ, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ. ഈ യൂണിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ഇടയനും ആടും ദൈവരാജ്യത്തിന്റെ പലകയാവുകയാണ്. ദൈവരാജ്യത്തിന്റെ എംബോഡിമെന്റ് ആണ് പാരീഷ്. ഇവിടെ ഷെപ്പേർഡിംഗ് എന്ന മെറ്റഫർ ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വൽ കെയർ മാത്രം കാണിക്കുന്നതല്ല. ഇറ്റ് റിഫ്ലെക്ട്സ് എ ലാർജർ റിയാലിറ്റി. The church as the visible expression of the kingdom of God. യെശയ്യാ പ്രവാചകന്റെ സങ്കല്പത്തിൽ, മശികാ സങ്കല്പത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. അവന്റെ അവസാനം പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സുന്ദരമായി നമ്മൾ എല്ലാ ക്രിസ്മസിനും കേൾക്കുന്ന എന്താണ്? ചെന്നായ കുഞ്ഞാടിനോടുകൂടെ പാർക്കും. വിദ്വേഷവും പകയുമില്ലാത്ത ഒരു സുന്ദരമായ ഇടം, ഒരു സുന്ദരമായ ഇടവക. ദൈവാഭിഷിക്തന്മാരുടെ മേൽ ആത്മാവിന്റെ ആവാസം ഉണ്ടാകുമ്പോൾ അവരുടെ ഇടങ്ങൾ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് നിറയും. പ്രപഞ്ചത്തിൽ പോലും അതിന്റെ റിസൾട്ട് ഉണ്ടാകും.
അത് ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യ സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. പ്രിയരെ, നമ്മുടെ പള്ളിക്ക് ചുറ്റും പള്ളി ഉണ്ടാക്കുന്ന റിസൾട്ട് എന്താണ്? നമ്മുടെ പള്ളികൾക്ക് ചുറ്റും പള്ളി ഉണ്ടാക്കുന്ന റിസൾട്ട് എന്താണ്? ഇന്ന് ലീഗലിസ്റ്റിക് കമ്മ്യൂണിറ്റിയും കിങ്ഡം കമ്മ്യൂണിറ്റിയും തമ്മിൽ വടംവലിയാണ്. റെക്കൺസിലിയേഷൻ എന്ന വിഷയം പഠിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ മോത്തി വർക്കിയച്ചൻ പറഞ്ഞൊരു ഉദാഹരണം എന്നെ ഏറെ ചിന്തിപ്പിച്ചതാണ്. മുടിയനായ പുത്രൻ, അങ്ങനെ നമ്മൾ പേര് വിളിക്കുന്നെങ്കിലും ലോസ്റ്റ് സൺ, അവൻ തിരികെ വരികയാണ്. മൂത്ത മകൻ പുറത്തു നിന്ന് എല്ലാം വീക്ഷിക്കുന്നു. ശരിക്കും ലീഗലി ആരാണ് ശരി? ഭരണഘടനാപരമായി എന്തെങ്കിലും റൈറ്റ് ഇളയ മകനുണ്ടോ? സുപ്രീം കോടതിയിൽ പോയാൽ ഇളയ മകൻ അനുകൂലമായി വിധി വരുമോ? അത് പോകട്ടെ, നമ്മുടെ സഭയുടെ ലീഗൽ അഫയേഴ്സ് കമ്മിറ്റി പഠിച്ചാൽ ഈ ഇളയ മകനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ലീഗലി ഒരിക്കലും സാധിക്കില്ല. സൂക്ഷിക്കുക, നമ്മുടെ ഭരണഘടനയുടെ കനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ അത് ഈ ബൈബിളിനേക്കാൾ കനമാകും. പള്ളി കമ്മിറ്റിക്കാരോടും പ്രതിനിധി മണ്ഡലത്തോടും കൗൺസിലുകളോടും പട്ടക്കാരോടും എപ്പിസ്കോപ്പമാരോടും നാം എല്ലാവരോടും കൂടിയുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്. ഭരണഘടനയുടെ വലിപ്പം കൂടുന്നു, സത്യവേദ പുസ്തകം ചെറുതായി പോകുന്നു. സഭ ദൈവരാജ്യ സമൂഹത്തിൽ നിന്ന് കേവലം ലീഗലിസ്റ്റിക് കമ്മ്യൂണിറ്റിയായി ചുരുങ്ങിപ്പോകുന്നുണ്ടോ? നിർവചിക്കാനാവാത്ത കോംപ്ലക്സ് സിറ്റുവേഷനാണ് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ. ക്ഷമിക്കാനും കരുതാനും വേണ്ടെന്ന് വയ്ക്കാനും ആ പിതാവിൻ്റെ മനസ്സുള്ള ദൈവരാജ്യത്തിൻ്റെ മക്കൾ കുറഞ്ഞു പോകുന്നു. മശിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. പുറമേയുള്ള ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ഉള്ളിനെ കാണാനുള്ള ഒരു കരുണയുടെ സിക്സ്ത് സെൻസ് ആ പിതാവിനുണ്ടെന്ന്. നമ്മുടെ പള്ളികളിൽ എന്നാണ് അത്തരത്തിലുള്ള അപ്പനും മക്കളുമാകുന്നത്? ഇവിടെ പട്ടക്കാരൻ അഥവാ ഷെപ്പേർഡ് ഈ ദൈവരാജ്യം എന്ന സുന്ദരമായ പാരീഷിന്റെ പ്രതിനിധിയാണ്. ഞാൻ ബോംബെയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം ഒരു ഭവനത്തിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. കതക് തുറന്ന് ഓടി വന്ന ഒരു കൊച്ചു പയ്യൻ. അവൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, പള്ളി വന്നു. അവൻ കണ്ട പള്ളി അവൻ്റെ വികാരിയാണ്. അന്ന് മുതൽ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നീ പള്ളിയാണ് ശമാശ, നീ പള്ളിയാവുകയാണ്. പള്ളി ദൈവരാജ്യമാണ്. എന്നാൽ ഈ ശുശ്രൂഷയിൽ ഒരു മ്യൂച്വാലിറ്റി അടങ്ങിയിട്ടുണ്ട്. ഓരോ ദേവാലയത്തിലെയും ശുശ്രൂഷ കഴിയുമ്പോൾ ഞങ്ങൾ പട്ടക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ ഒരു പട്ടക്കാരനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ചില ഇടവകകളിലെ ശുശ്രൂഷ തികയ്ക്കുമ്പോൾ പട്ടക്കാരൻ ഇരട്ടി ശക്തി പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് ദൈവരാജ്യത്തിന്റെ ദർശനവുമായി ദേവാലയത്തിൽ പ്രവേശിക്കുന്ന പട്ടക്കാരന്റെ ജീവിത സാക്ഷ്യം കൊണ്ട് ഇടവക മുഴുവൻ രൂപാന്തരപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. ഇന്ന് 3 പട്ടക്കാരെ ദൈവം നിയോഗിച്ചയക്കുകയാണ്. ഇവർ ദൈവരാജ്യത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. എന്നാൽ ശ്രദ്ധിക്കണം, അവരെ കളിക്കളത്തിലേക്ക് ഇറക്കിവിട്ട് കമന്റ് ബോക്സിൽ ഇരിക്കുന്നവരല്ല നമ്മൾ. അവരെ കളിക്കളത്തിലേക്ക് ഇറക്കിവിട്ട് കമന്റ് ബോക്സിൽ ഇരിക്കേണ്ടുന്നവരല്ല നാം. ഇന്ന് കമന്റ് ബോക്സിൽ ഇരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇവിടെയാണ് പരാജയം. ഇത് കരങ്കോർത്ത് ചെയ്യേണ്ടുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഇടവക, ഇടയനായ വട്ടക്കാരൻ അവിടെ പ്രതിനിധിയായി നിയോഗിക്കപ്പെടുന്നു. ദ റെപ്രസെൻറ്റേറ്റീവ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ദി മാർത്തോമ ചർച്ച്. ആരുടെയൊക്കെയോ അജണ്ടകൾ പൂർത്തീകരിക്കുന്ന ഒരുക്കി നിൽക്കുന്ന ഇടവകയും തനിക്ക് പ്രിയമായത് മാത്രം ലക്ഷ്യമാക്കുന്ന പട്ടക്കാരനുമാണെങ്കിൽ അവർ ഒരുപോലെ ദൈവരാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയാണ്. അത് സഭയല്ല. അതുകൊണ്ട് ഈ ഓർഡിനേഷൻ ശുശ്രൂഷ ദൈവരാജ്യ കരങ്ങളിലേക്ക് നമ്മളെ കരം കോർത്ത് പിടിക്കാനുള്ള ഒരു കോളാണ്, ഒരു ചലഞ്ചാണ്. ദൈവരാജ്യത്തിലേക്ക് കരം കോർത്ത് പിടിക്കാനുള്ള ഒരു കോളാണ്, ചലഞ്ചാണ്. ആയതിലേക്ക് ഈ 3 പ്രിയ ശമ്മാശന്മാർക്കും നമുക്കും ദൈവം ഉൾക്കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ തിരുസഭയെ പരിശുദ്ധാലയമേ, വിശുദ്ധരിൻ വംശമതേ, വിശുദ്ധ പുരോഹിതർ നാം.